ഗുഡ് മോർണിംഗ് ടു ഓൾ. വാച്ച് നോക്കിയാൽ 10:30 എന്ന് പറയുന്ന സമയം കാണാം. നിങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം സ്കെഡ്യൂൾ നോക്കിയാലും 10:30 എന്ന് കാണാം. ഈ സമയം എൻ്റെ സ്പീച്ച് തുടങ്ങുന്നത്. ഇന്ത്യയിൽ കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏക ഇൻഡസ്ട്രി അത് ഫിലിം ഇൻഡസ്ട്രിയാണ്. 6:30 ഷോ 6:30 തന്നെ സ്റ്റാർട്ട് ചെയ്യും എല്ലാ തിയേറ്ററിലും. എല്ലാ ഷോയ്ക്കും അതിൻ്റേതായ സമയമുണ്ട്. കൃത്യസമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആ കണ്ടൻറ്റിന് ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ഒരു സെക്കൻഡ് പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. എല്ലാവരും ആ സമയം കണക്കാക്കി തിയേറ്ററുകളിൽ വരും. വന്നില്ലെങ്കിൽ വരാത്തവരുടെ നഷ്ടം. ഞാൻ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗം കൂടിയാണ്. എൻ്റെ ജീവിതത്തിനെ ഞാൻ 3ആയിട്ടാണ് കാണുന്നത്. പാഷൻ അത് സിനിമയാണ്. അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നു. പിന്നെ പ്രൊഫഷനാണ്, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു. ഞാനൊരു ഷിപ്പ് ഡിസൈനറാണ്, നേവൽ ആർക്കിടെക്റ്റാണ്. ഏരീസ് ഗ്രൂപ്പ് അതുവഴി ഉണ്ടായതാണ്. അതോടൊപ്പം തന്നെയാണ് എൻ്റെ പേരൻസ്, എൻ്റെ സിസ്റ്റർ, എൻ്റെ ബ്രദർ എല്ലാം ടീച്ചേഴ്സായിരുന്നു. ഐ ആം ഫ്രം എ ടീച്ചേഴ്സ് ഫാമിലി. അതുകൊണ്ട് തന്നെ ടീച്ചിങ് എൻ്റെ ബ്ലഡിലുണ്ട്. ഞാനൊരു മെൻറ്ററാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. വർഷങ്ങളായി ഞാനത് ചെയ്യുന്നുമുണ്ട്. ഇന്ന് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ 3 മേഖലയിൽ നിന്നുള്ള അനുഭവവും ആവശ്യകതയും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അക്കാഡമിക് രംഗം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ലോകം മുഴുവൻ. അത് തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു അക്കാഡമിക്സ് തുടങ്ങിയത്. അത് മെല്ലെ 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 ഡൈല്യൂട്ട് ചെയ്ത് ഇൻഡസ്ട്രി കാണാത്ത കുറേ പേർ അധ്യാപകരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പഠിച്ചിറങ്ങി പിറ്റേ ദിവസം ഇൻഡസ്ട്രിയുടെ സ്പെല്ലിങ് പോലും അറിയാതെ വന്ന് കുറേ കുട്ടികളെ വാർത്തെടുക്കുന്നു. ഈ അക്കാഡമിക്സിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇൻഡസ്ട്രിയാണെന്നുള്ള ബോധം പോലും പഠിപ്പിക്കുന്നവർക്കുമില്ല, പഠിക്കുന്നവർക്കുമില്ല. സോറി, ഞാനൊരു അധ്യാപക കുടുംബത്തിലായതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയുന്നതിന് ഒരു മടിയില്ല. കാര്യം ഒരു കുടുംബത്തിൽ ഒരാൾ ശരിയായില്ല പോകുന്നതെങ്കിൽ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യാനുള്ള അവകാശം ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അധ്യാപക കുടുംബത്തിലെ ഒരാളാണെന്ന് കണ്ടുകൊണ്ട് തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുക, കേൾക്കുക, കേട്ടേ പറ്റൂ. കാര്യം ഇനിയൊരു തലമുറയെ നമ്മൾ നശിപ്പിക്കരുത്. കാര്യം നിങ്ങൾ നശിപ്പിച്ചു വിടുന്ന ഈ കുട്ടികൾ ബാധ്യതയാവുന്നത് ഞാനടക്കമുള്ള ഇൻഡസ്ട്രിയുടെ ഭാഗത്തിനാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾക്കിന്ന് 30 രാജ്യത്തിലായിട്ട് ഏതാണ്ട് 4300ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് പേരെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോരുത്തരെയും ക്യാമ്പസിൽ നിന്ന് ഡയറക്റ്റ് എടുത്തേക്കുന്നവരാണ് ഈ ആയിരക്കണക്കിന് പേരും. എക്സ്പീരിയൻസ് കിട്ടി വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ ഞങ്ങൾ ഡയറക്റ്റ് ക്യാമ്പസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം, ഈ വന്നു ചേരുന്ന ഒരാൾക്ക് പോലും ഇൻഡസ്ട്രിയുടെ സ്പന്ദനം എന്തെന്നോ അതിന് ബേസിക് എന്തെന്നോ പോലും അറിയില്ല. ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത് ISO സിസ്റ്റത്തിലാണെന്ന് പോലും അറിയാതെയാണ് ഓരോ വ്യക്തിയും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതാണ് നമ്മളുടെ ഇന്നത്തെ അക്കാഡമിക്സിൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. അത് മാറ്റിയേ പറ്റത്തുള്ളൂ. മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നത് ഇൻഡസ്ട്രിയിലുള്ളവരാണ്. അക്കാഡമിക്സിലുള്ളവർ ആരും അനുഭവിക്കുന്നില്ല. അവരെല്ലാം കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് തൊഴിലുണ്ട്, അവർ ആരെയൊക്കെയോ വാർത്ത് വിടുന്നുണ്ട്. ഇതിൻ്റെ നഷ്ടം മുഴുവൻ ഫേസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലുള്ള ഓരോ ഇൻഡസ്ട്രിയലിസ്റ്റുമാണ്. ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിലെ മോർ ദാൻ 80% മിസ്റ്റേക്സ് ഡൺ ബൈ ദ ഫ്രഷേഴ്സ്. ആദ്യത്തെ 2 വർഷം ഓരോ ഫ്രഷർ വന്നുണ്ടാക്കുന്ന പ്രോബ്ലംസാണ് ഞങ്ങളുടെ തലവേദന മുഴുവൻ. ഞങ്ങൾക്ക് പലപ്പോഴും പ്രോജക്ട്സ് ഡിലേ ആവുന്നതിന് കാരണം റീവർക്ക് മൊത്തം കൂടിയിട്ട് സമയം നഷ്ടപ്പെടുന്നത്, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നതെല്ലാം ഈ യങ്സ്റ്റേഴ്സ് വന്ന് കാണിക്കുന്ന പ്രോബ്ലമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിനെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? കരിയർ ഡിസൈൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരു സമൂഹമാണ് കുട്ടികളെ വാർത്തെടുക്കുന്നത്. ഞാൻ അതിനൊരു വിക്ടിമാണ്. എനിക്ക് ഇരട്ടക്കുട്ടികളാണ്. എൻ്റെ ഒരു മകൾ ഏതാണ്ട് 20 വർഷത്തെ എഡ്യൂക്കേഷൻ ജേർണി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഇൻ നേവൽ ആർക്കിടെക്ചർ, എൻ്റെ ഫീൽഡിൽ മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് പറയുകയാണ് അത് എൻ്റെ ഫീൽഡല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകാൻ 20 വർഷം എടുത്തു. ശക്തനായ ഒരു അച്ഛൻ പിറകിലുള്ളത് കൊണ്ട് ആ കുട്ടിക്ക് ജീവിതത്തിൽ പരാജയേറ്റേണ്ടി വന്നില്ല. കോഴ്സ് മാറി മറ്റൊരു ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. എല്ലാ കുട്ടികൾക്കും ആ അവസരം കിട്ടില്ല. ഇത് വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവരുത്. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്.
അതൊരു പേഴ്സണൽ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കണം. നമ്മളും ഒരു അച്ഛനാണ്, നമ്മളൊരു അമ്മയാണ്, നമ്മളുടെ കുടുംബത്തിൽ ഇതുണ്ടാവരുത്. നമ്മളുടെ നാടിൻ്റെ വികസനത്തിന് ശക്തരായ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് വാർത്തെടുക്കണം. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റായിട്ട് നമുക്കതിനെ എടുക്കണം. നാഷണൽ റിക്വയർമെൻ്റായിട്ട് അതിനെ കണ്ടെത്തണം. അതിൻ്റെ എല്ലാം കൂടി ബാക്കിപത്രമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തുടക്കമാണ് ഏരീസ് ഐവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും. എയിംറിയാണ് ആദ്യത്തെ ഐവേഴ്സിറ്റി. അതിനോടൊപ്പം തന്നെ ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ സബാണ്. അതായത് എയിംറി ഏതാണ്ട് 14 വർഷം കൊണ്ടാണ് ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. 14 വർഷം എടുത്തു ഇൻഡസ്ട്രിയെ കൊണ്ട് ഇത് ഓക്സ്ഫോർഡ് ഓഫ് ദ ഇൻഡസ്ട്രി ആയിട്ട് മാറ്റിയെടുക്കുവാൻ വേണ്ടി 14 വർഷത്തെ എഫേർട്ടാണ് ഞാൻ കരുതുന്നത്. 100 കണക്കിന് ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ്സ് എന്ന് പല ഇൻഡസ്ട്രിയുടെയും ലെജൻസിന് നമ്മൾ കൊടുത്ത് അവരെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളുടെ വിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നൗ ഇതിനകത്ത് ഓരോ ഓർഗനൈസേഷനെയും ഓരോ ഇൻഡസ്ട്രിയും നമ്മൾ ഒരു മിനി യൂണിവേഴ്സിറ്റി ആയിട്ട്, ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുകയാണ്. ഇത്രയും കാലം എല്ലാ ഇൻഡസ്ട്രിയും ഡിപ്പെൻഡ് ചെയ്തിരുന്ന അക്കാഡമിക്സിനായിരുന്നു. അവർക്ക് അക്കാഡമിക്സിൽ വന്ന് ഒരു കുട്ടിയെപ്പോലും നന്നാക്കാനുള്ളൊരു അവസരമില്ലായിരുന്നു. കാര്യം അക്കാഡമിക്സ് കൺട്രോൾ ബൈ അക്കാഡമിഷ്യൻസ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അക്കാഡമിഷ്യൻസിലെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ എണ്ണം കൂടി അതൊരു ഭീകരമായ അവസ്ഥയിലേക്ക് വന്ന് ഇൻഡസ്ട്രിക്ക് അതിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അത് ഞങ്ങൾ തിരിച്ച് അറിഞ്ഞുകൊണ്ട് ഒരു പാരലൽ സിസ്റ്റം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഇനി ഇത് പടർന്ന് പന്തലിക്കുകയാണ്. ഈ യാത്രയോടൊപ്പം അക്കാഡമിക്സിന് യാത്ര ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ കുട്ടികൾ അക്കാഡമിക്സ് വിട്ടകന്നു പോകും. ഇതിൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് ഒരു കുട്ടിയും പിന്നെ അക്കാഡമിക്സിൽ പോയില്ല. അക്കാഡമിക്സ് മാറിയേ പറ്റത്തുള്ളൂ. അതിനുള്ള ഡെമോൺസ്ട്രേഷൻ ഇന്നിവിടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഡെമോൺസ്ട്രേഷൻസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുത്ത് ചെയ്യുന്ന പകർന്നു കൊടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റാത്ത കാര്യം എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ കുട്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് പകർന്ന് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഇന്ന് വന്ന വിശിഷ്ടാതിഥികളിൽ IQ മാൻ എന്ന് ലോകം അറിയുന്ന മിസ്റ്റർ അജിയൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ വന്ന് പറയും, അതേ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചെടുക്കുന്ന മെമ്മറി ഉള്ളതാണ്. അദ്ദേഹം പോലും പറയും മെമ്മറി മാത്രം പോരാ, ഇൻഡസ്ട്രിക്ക് നമ്മൾ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ടാലൻറ്റ് ആൻഡ് പാഷൻ അത് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കരിയർ കൂടിയല്ലെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മരണം വരെയും അത് തൊഴിൽ എൻജോയ് ചെയ്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ ടാലൻറ്റും പാഷനും അതിനകത്ത് വരണം. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്താണ് ഒരു ക്ലാസ്സിലെ 50 കുട്ടികൾക്ക് ഒരു സിലബസ് പോരാ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ഇന്ന് അക്കാഡമിക്സിൽ നടക്കുന്നത് ഒരു സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരു ബാച്ചിലുള്ളവർക്കെല്ലാം ഒരു സിലബസ്, ഒരു ക്ലാസ്സിലുള്ളവർക്കെല്ലാം ഒരേ സിലബസ്. വാട്ട് ഈസ് ദിസ്? ഓരോ വ്യക്തിയും ജനിച്ചു വീഴുന്നത് ഡിഫറെൻറ്റ് കഴിവ് വെച്ചിട്ടാണ്. ആ കുട്ടിക്കനുസരിച്ചുള്ള ഒരു സിലബസ് ഉണ്ടാക്കാൻ പോലും നമ്മുടെ അക്കാഡമിക്സിൽ നിന്ന് കഴിയുന്നില്ല. അവർ എല്ലാവർക്കും കൂടി ഒരു സിലബസ് വിളമ്പി അതുമായിട്ടൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരികയാണ്. നിങ്ങൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചോളൂ. ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണെങ്കിലും ശരി, നിങ്ങളുടെ CV പുറത്താണ്, നിങ്ങൾ പുറത്താണ്. ഞാൻ എത്രയോ പേര് എൻ്റെ മുന്നിൽ വന്ന ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാർ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാർ 5 മിനിറ്റ് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ വ്യക്തി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വേണ്ട. അതേസമയം എത്രയോ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്, പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാത്തവരുണ്ട്. അവർ വന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ അറിയാം അവരുടെ പൊട്ടൻഷ്യൽ. ദേ ആർ നൗ ലീഡിങ് മെനി ഓഫ് അവർ ഡിവിഷൻ ഹെഡ്സാണ് ഞങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റിന് ആകെ ചെയ്യാവുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം തിരിച്ചറിയണത്. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പെർഫോം ചെയ്താൽ നിങ്ങൾക്കൊരു സ്ലോട്ട് അകത്ത് കിട്ടും. പിന്നീടുള്ള ഇൻഡസ്ട്രിയിലെ ഓരോ പടവുകൾ കയറുന്നത്, ലാഡറിൻ്റെ ഓരോ പടവുകൾ കയറണമെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസാണ് തീരുമാനിക്കുന്നത്. പെർഫോമൻസ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് യുവർ എഫിഷ്യൻസി. നമ്മൾ എഫിഷ്യൻ്റ് ആണെന്ന് പറയും. വാട്ട് ഈസ് എഫിഷ്യൻസി? ഇന്ന് വരെ ലോകത്ത് ആരെങ്കിലും എഫിഷ്യൻസി അളക്കുന്ന ഒരു സ്കെയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ എഫിഷ്യൻസി? നിങ്ങളുടെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ? പക്ഷേ എയിംറി ഈ 14 വർഷത്തിനുള്ളിൽ വി ഡെവലപ്ഡ് ദ മെഷറിംഗ് ടൂൾ ഓഫ് എഫിഷ്യൻസി. ദാറ്റ് ഈസ് എഫിസം. 200ഓളം പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, 100ഓളം മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ് ഈ എഫിസം. ഇന്ന് ഏരീസ് ഗ്രൂപ്പിൽ IIT എന്നോ IIM എന്നുള്ള ആരുമില്ല. എല്ലാം സാധാരണ ആൾക്കാർ. പുനലൂർ പോലെ അധികം വികസിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അവരാണ് ഏരീസ് ഗ്രൂപ്പിൻ്റെ പിന്നിൽ. പക്ഷേ അവരെ കൊണ്ട് ഇന്ന് ലോകത്തിലെ 6 മേഖലകളിൽ ഞങ്ങൾ വി ആർ വേൾഡ് നമ്പർ 1 in 6 ഫീൽഡ്സ്. മിഡിൽ ഈസ്റ്റിൽ 32 ഫീൽഡിൽ വി ആർ നമ്പർ 1. ആ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓരോ വ്യക്തിയുടെയും ഓരോ ഡിവിഷൻ്റെയും എഫിഷ്യൻസി ഞങ്ങൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ.
ഓരോ വ്യക്തിയും ഞാൻ ഏറ്റവും എഫിഷ്യൻ്റ് ആവണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് വിൻ ചെയ്യുന്ന ഒരു സ്ഥാപനം മറ്റെങ്ങുമല്ല, നിങ്ങളുടെ തൊട്ടടുത്ത് ഐക്യക്കോണത്ത് ഒരു ഓഫീസുണ്ട്. വനിതകൾ ഇവരാരും IIT ലും പഠിച്ചതല്ല, അവരൊരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണ്. വെറും 10 വർഷത്തിന് മുമ്പ് തുടങ്ങി 3-ാമത്തെ വർഷം ലോകത്തിൽ നടക്കുന്ന ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും മികച്ചതായിട്ടൊരു ഗ്രാമത്തിൽ ഓഫീസിൽ മാറാൻ സാധിച്ചാൽ, ഈ സിസ്റ്റം ഇവിടുത്തെ സ്കൂൾസിലും കോളേജസിലും പുനലൂരിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ 3 വർഷം വേണ്ട, ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് കേരളത്തിലെ ഏറ്റവും മികച്ചതാവാൻ പറ്റും, ഇന്ത്യയിലെ മികച്ചതാവാൻ പറ്റും, ലോകത്തിൽ തന്നെ മികച്ചതാവാൻ പറ്റും. പക്ഷേ ആ യാത്രയിൽ കുട്ടികൾ മാത്രമല്ല, ഇതൊരു റെവല്യൂഷൻ്റെ തുടക്കമാണ്. ഇവിടെ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും അടങ്ങുന്ന എല്ലാവരും കൂടി ചേർന്നുള്ള യാത്രയാണ്. ഇതിൽ ഒരാൾ പരാജയപ്പെട്ടാൽ ഇത് മുഴുവൻ പരാജയപ്പെടും. ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്. 2 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം ഒരു കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട അട്ടപ്പാടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ജേർണിയാണ്. പല സ്കൂൾസും ഇന്നത് ഫോളോ ചെയ്തു. ആ അനുഭവത്തിൽ പറയുകയാണ്, ഇതുപോലുള്ള തിയേറ്റേഴ്സ് പല സ്കൂളിലും ഞങ്ങൾ തുടങ്ങി. എവിടെ നല്ലൊരു അധ്യാപികയുണ്ടോ, അതിലെടുത്ത് എനിക്ക് പറയാനുള്ളത് സിന്ധു ടീച്ചർ എവിടെയുണ്ട്? അതെ, ഇതുപോലെ ഉള്ള ഉമ മാഡം എവിടെ? അതെ, ഇതുപോലെയുള്ള ഇവർ രണ്ടുപേരും അട്ടപ്പാടി 2 സ്കൂൾസിൻ്റെ ഹെഡ്സാണ്. ഇവരെ ഇന്ന് ഈ ഫംഗ്ഷന് വിളിച്ചേക്കുന്നത് മറ്റൊന്നും കൊണ്ടില്ല, അവരുടെ പ്രവർത്തനം കണ്ടിട്ടാണ്. ഇതുപോലെ ഒരു ടീച്ചർ ഒരു സ്കൂളിലുണ്ടെങ്കിൽ ദാറ്റ് സ്കൂൾ ഈസ് ഗോയിങ് ടു കോൺകർ ദ വേൾഡ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവരുടെ 2 സ്കൂൾസ് ആയിരിക്കും ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്കൂളാവാൻ പോകുന്നത്. നോ ഡൗട്ട്. കാര്യം അവർ ഇതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇതിലേക്ക് കയറി കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ യാത്രയിൽ നമുക്ക് ഇതുപോലുള്ളവരെ വേണം. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ മതി, പക്ഷേ ഒരു സ്കൂളിൽ എല്ലാ ടീച്ചറും ഇതുപോലെ ആയാൽ ആ സ്കൂൾ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ചെയ്ത ഒരു സ്കൂളിലെ അവസ്ഥ ഞാൻ പറയുകയാണ്. ഞങ്ങൾ തുടക്കം പോയി ചെയ്ത് ഏറ്റവും മനോഹരമായി തുടങ്ങിയ ഒരു സ്കൂളിലേക്ക് അതിൻ്റെ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കാൻ 2 വർഷത്തിന് ശേഷം ഞാൻ ചെല്ലുമ്പം ഒരു കുട്ടി എണീറ്റ് എന്ന് പറയുകയാണ്, സാർ ഞങ്ങൾക്ക് ഈ തിയേറ്റർ തുറന്നു തരാൻ അധ്യാപകരോട് പറയണം. അധ്യാപകരത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു സിസ്റ്റത്തിനെ, മനോഹരമായി പോകുന്ന സിസ്റ്റത്തിനെ നശിപ്പിക്കുന്ന അധ്യാപകർ ഉള്ള സ്കൂൾ. വാട്ട് ഈസ് ദിസ്? കുട്ടികളെ നന്നാക്കാനാണോ മോശമാക്കാനാണോ ഈ അധ്യാപകരെ? ഈ ഞാനടക്കമുള്ള ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന പണത്തിന് അധ്യാപകരായി മാറി മാസം ശമ്പളം വാങ്ങുന്ന ഈ അധ്യാപകർ കുട്ടികളെ നന്നാക്കുകയാണോ ചീത്തയാക്കുകയാണോ? അതുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മാറ്റണം. അവരെ ഒഴിച്ചു നിർത്തിയിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞു, ഒരു അധ്യാപകൻ അല്ലെ ഒരു അധ്യാപിക മതി ആ സ്കൂളിനെ നന്നാക്കാൻ. ഇന്ന് ഇവിടെ ഒരുപാട് സ്കൂൾസിലെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇനി അധികം സമയം കളയാനില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് വിചാരിക്കുന്നോ അവിടെ അതെത്തണം. അതിനുവേണ്ടിയാണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ ക്യാമ്പസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 5000 പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കും ഈ 7500 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ എങ്ങനെ 5000 പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും? ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസ് റൂം ഇതായിരിക്കും. പുനലൂരിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ സ്ഥാപനം ഇതാണ്. എന്നുവെച്ചാൽ പഠനത്തിന് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ റൂംസ് ഉള്ള ഏറ്റവും മികച്ച റൂം ഇവിടെയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ 50,000 മണിക്കൂർ വേണ്ട. അക്കാഡമീസിലുള്ള 50,000 മണിക്കൂർ 20 വർഷം കൊണ്ട് നിങ്ങൾ ചിലവഴിക്കുന്ന 50,000 മണിക്കൂർ നമുക്ക് വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമീസിൽ തൊടാനുള്ള അവകാശമില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആ 50,000-ലെ 10,000 മണിക്കൂർ. ആ 10,000 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 50,000 മണിക്കൂറിൽ നേടിയതിൻ്റെ 100 ഇരട്ടി ഞങ്ങൾ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഞങ്ങൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞങ്ങളുടെ എല്ലാ എംപ്ലോയീസിൻ്റെയും കുട്ടികളെ മാസത്തിൽ 1 മണിക്കൂറാണ് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തത്. ആ 1 മണിക്കൂർ ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് 20 മണിക്കൂർ അസൈൻമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്, വീടുകളിൽ ചെയ്യേണ്ടത്. അവരുടെ പിന്നീടുള്ള മെൻറ്റേഴ്സ് അവരുടെ മാതാപിതാക്കളാണ്. നമ്മൾ ഒരു അധ്യാപകനെ ആ ജേർണിയിൽ ഉപയോഗിച്ചില്ല. ഇന്ന് ഞങ്ങളുടെ കുട്ടികളെ പോലെ പെർഫോം ചെയ്യുന്നൊരു കുട്ടിയെ നിങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ ഇന്ന് പല കുട്ടികളും ഞങ്ങളുടെ കരിയർ ഡിസൈനിൽ പങ്കെടുത്ത പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരാൾ എണീറ്റ് എന്ന് പറയട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടായില്ല എന്ന്. 1 മണിക്കൂർ കൊണ്ട് ഒരു വിദ്യാർത്ഥിയെ അതുപോലെ മാറ്റാൻ ഇൻഡസ്ട്രിക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസം 8 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, 8 അല്ല ശരിക്കും പറഞ്ഞാൽ 10 8 മണിക്കൂർ ട്രെയിനിങ്, ഇതുപോലുള്ള ക്ലാസ്സിലുള്ള ട്രെയിനിങ്ങും പിന്നീടുള്ള 2 മണിക്കൂർ അവരുടെ എക്സാംസ്, അവരുടെ പ്രാക്ടിക്കൽ, ഇതൊക്കെയാണ് 2 മണിക്കൂർ. 10 മണിക്കൂർ ഒരു മാസം. പക്ഷേ ആ 10 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വീട്ടിൽ പോയി ചെയ്യേണ്ട കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഓരോ മണിക്കൂറും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, സ്പെൻഡ് ചെയ്യുകയല്ല.
ആദ്യം മനസ്സിലാക്കുക, 50,000 മണിക്കൂർ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇത്രയും കാലം സ്പെൻഡ് ചെയ്യായിരുന്നു. ഇനി മുതൽ സ്പെൻഡിങ് അല്ല, ഇനി മുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞങ്ങളെ നിങ്ങളുടെ 10,000 മണിക്കൂർ ഏൽപ്പിക്കുക, ഞങ്ങളത് കറക്റ്റ് ഓരോ സ്ലോട്ടിലും കൊണ്ടിടും. അത് 5 ഇയർ പ്ലാനിൽ ചെയ്യേണ്ടതുണ്ട്, ആനുവൽ പ്ലാനിൽ ചെയ്യേണ്ടതുണ്ട്, മന്ത്ലി പ്ലാൻ, ഡെയിലി പ്ലാനിൽ ചെയ്യേണ്ടതുണ്ട്. ആ 10,000 മണിക്കൂറിൽ 5,000 മണിക്കൂർ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് 5 ഇയർ പ്ലാനിലുള്ളതാണ്. 5 വർഷം കൊണ്ട് നിങ്ങൾ നേടേണ്ട ചില ഹാബിച്വൽ ചേഞ്ച് അല്ലെങ്കിൽ ചില സ്കിൽസ് ഡെവലപ്മെൻറ്റ്, അത് സോഫ്റ്റ് സ്കില്ലാവാം, ലൈഫ് സ്കില്ലാവാം. ഒരു 10 ഐറ്റം 500 മണിക്കൂർ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഓരോ മണിക്കൂറും എണ്ണിയാണ് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നത് നിങ്ങളെ കൊണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഷേഴ്സ് ഈസ് എ സെൽഫ് ഡിഫെൻസ്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ഒരു പെൺകുട്ടിയെ ഇന്ന് വരെ ആരും ബുള്ളിങ് നടത്തിയായിട്ട് നമുക്കറിയില്ല. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഈസ് ഡിഫറെൻറ്റ്. ഈവൻ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് എൻ്റെ സൈസ് വളരെ ചെറുതാണ്. എനിക്ക് ആരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഫിസിക്കലി. ഞാൻ എപ്പോഴും സൈഡ് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ ക്യാമ്പസിൽ ലൈഫിൽ ആദ്യം ചെയ്തത് ഐ ജോയിൻ ഫോർ എ കരാട്ടെ. ഐ ഹാഡ് 52 സ്റ്റുഡൻസ് ലേറ്റർ. അവിടെ നിന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫിസിക്കൽ കോൺഫിഡൻസ് എനിക്ക് നേടാൻ സാധിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് അറ്റ് ദ ഏജ് ഓഫ് 18 ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ചെറുപ്പത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കോൺഫിഡൻസ് എവിടെയാണ് പോകുന്നത്. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് നേടാൻ പറ്റില്ല. അത് ഒരു 5 ഇയർ പ്ലാനകത്ത് വരുന്നതാണ്. 500 മണിക്കൂർ, ആഴ്ചയിൽ 2 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ ഒരു വർഷം എടുക്കുമ്പോൾ 100 മണിക്കൂർ, 5 വർഷം കൊണ്ട് 500 മണിക്കൂർ. ഇതാണ് 5 ഇയർ പ്ലാനിൽ വരുന്ന ഒരു ഐറ്റം. ഇങ്ങനെയുള്ള 10 കാര്യങ്ങൾ. പിന്നെ ആനുവൽ പ്ലാനിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നും ചെയ്യുന്നുണ്ടോ എന്നുള്ള മോണിറ്ററിംഗ് സിസ്റ്റം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഈ തിയേറ്ററിൽ നമ്മൾ കാണിക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ അധ്യാപകർ ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു 100 പേജിൻ്റെ അല്ലെ 120 പേജിൻ്റെ ഒരു പുസ്തകം നിങ്ങൾ ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ, ആസ് എ ഫിലിം മേക്കർ എനിക്ക് 120 പേജിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ 2 മണിക്കൂർ മതി. അതാണ് മൂവിയുടെ പവർ. ഈ ഒരു തിയേറ്റർ ക്ലാസ് റൂമിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ഒരിക്കലും പോകാനും പോകുന്നില്ല. കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വേറെ ഒരു സൗണ്ടും വരുന്നില്ല. നമ്മുടെ ബ്രെയിന് 2 Hz to 20,000 Hz ഉള്ള ഏത് സൗണ്ടും അബ്സോർവ് ചെയ്യാനുള്ള പവറുണ്ട്. അവിടെ ഒരു പെർട്ടിക്കുലർ സൗണ്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സൗണ്ട്സ് ഇല്ലാതാക്കണം. സർട്ടൻ ഡിസിപ്ലിൻ ഷുഡ് ബി ദർ ഇൻ അവർ ക്ലാസ്. ദിസ് ഈസ് വാട്ട് ഈസ് മിസ്സിങ് എവ്രിവെയർ. ഇൻ എ നോർമൽ ക്ലാസ് റൂം നമ്മൾ തന്നെ മനസ്സിലാക്കുക, വിൻഡോസ് ആൻഡ് ഡോർസ് ആർ മാൻഡേറ്ററി ഫോർ ദ സ്കൂൾസ്. നമ്മൾ പർപ്പസ്ലി കുട്ടിയുടെ ഡിസ്ട്രാക്ഷൻ നടത്താനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ അക്കാഡമിക്സ്. അവിടെയാണ് തിയേറ്ററിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലാസ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഏത് കുട്ടിയും ഒരു തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മറന്ന് ഒരു സിനിമ കാണുകയാണ്. ഇപ്പോൾ ഒരു സിനിമ നടക്കുന്നുണ്ട്, വാഴ എന്ന് പറയുന്നത്. ഈ സിനിമയിലൂടെ കാണുന്ന മെസ്സേജ് ഇന്നത്തെ ജനറേഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിനകത്ത് ഡ്രഗ്സിൻ്റെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പേരൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആണ് ആ ചിത്രത്തിലൂടെ പറയുന്നത്. ഒരു സിനിമയ്ക്ക് മാത്രമേ ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റൂ. ആ സിനിമയുടെ പവറാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ അധ്യാപകൻ വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ക്ലാസ് നാളെ 1 മില്യൺ ആൾക്കാരിലേക്ക് പോകാൻ ഇതൊരു കണ്ടൻറ്റായി മാറുകയാണ്. ഇതാണ് കണ്ടൻറ് ക്രിയേഷൻ. ഇന്ന് ഞാനിവിടെ നേരിട്ട് സംസാരിക്കുന്നതിലും ബ്യൂട്ടി ആയിരിക്കും ആ കണ്ടൻറ്റ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ. കാര്യം അവിടെ എന്നെ 3-4 ഇരട്ടിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് എൻ്റെ ഒരു മിഡ് ഷോട്ട് ഇതിൽ കാണിക്കുമ്പോൾ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനകത്താണ് അതിൻ്റെ മാറ്റങ്ങൾ കാണുന്നത്. ഓരോ കുട്ടിക്കും ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് വി ബിലീവ് കണ്ടൻറ് ഈസ് മോർ പവർഫുൾ ദാൻ ദ റിയൽ പേഴ്സൺ ടേക്കിംഗ് എ ക്ലാസ്. ഈ ക്ലാസ് റൂമിൽ ഏറ്റവും മികച്ച സീറ്റ് ബാക്കിലാണ്. സാധാരണ കൺവെൻഷൻ മെത്തേഡിൽ ഫ്രണ്ടിലാണെങ്കിൽ അല്ലാത്തടത്ത് ബാക്കിലാണ്. അതുകൊണ്ടാണ് തിയേറ്റർ, ആരും നോട്ട്ബുക്സും കൊണ്ടല്ല ഇവിടെ വരുന്നത്. എല്ലാവരും ഇവിടെ വരുന്നു, റിലാക്സ് ചെയ്തിരിക്കുന്നു, എല്ലാ ഇൻഫർമേഷനുമായിട്ട് മടങ്ങുന്നു. അവർ കണ്ട സിനിമയുടെ കഥ അവർക്ക് പുറത്തുപോയി പറയാം. ഇതേ കുട്ടിക്ക് ഒരു പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, മെമ്മറി ടെസ്റ്റിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാത്തിനും ഒരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ അറിവും ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ അറിവും ഒരു അധ്യാപകനാവാൻ മാതാപിതാക്കൾ തന്ന കഴിവും കൂടി ചേർത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു കൺസെപ്റ്റാണ് ഇത്. ഇൻഡസ്ട്രിയിൽ ടെസ്റ്റ് ചെയ്ത് ഇന്ന് ഞങ്ങളുടെ ഏരീസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും അധ്യാപകരില്ലാതെ, ട്രെയിനേഴ്സ് ഇല്ലാതെയുള്ള ട്രെയിനിങ് സിസ്റ്റമാണ്. ഒരിക്കൽ ഈവൻ ഞാനൊരു നേരിട്ട് ക്ലാസ് എടുത്താൽ പോലും അതിനെ കണ്ടൻറ്റാക്കി മാറ്റി ഇതുപോലെ തിയേറ്റർ ക്ലാസ് റൂമിൽ വെച്ച് ഡെലിവർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതേ മോഡലിലാണ്
നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇവിടെ പഠന സൗകര്യം ഒരുക്കുന്നത്. ഇതൊരിക്കലും പണത്തിന് വേണ്ടിയല്ല. ആദ്യം മനസ്സിലാക്കുക, ഇവിടെ പഠിക്കുന്നതിന് നല്ല ചിലവുണ്ട്. ഞങ്ങൾക്കിത് നടത്താൻ വേണ്ടി ഇലക്ട്രിസിറ്റി ചാർജ് തന്നെ എത്ര വരുമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ എയർ കണ്ടീഷൻ റൺ ചെയ്യണമെങ്കിലുള്ള കോസ്റ്റ് ആലോചിച്ച് നോക്കൂ. ഇത്രയും മാൻ പവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത് കണ്ടൻറ് ബേസ്ഡ് ആണെങ്കിലും ഇത് റൺ ചെയ്യാൻ വേണ്ടി ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, ഒരുപാട് കോസ്റ്റുകളുണ്ട്. എന്നിട്ടും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരാം. കണ്ടീഷൻ 1, ഇന്ന് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതുപോലെ 10:30 എന്ന് പറഞ്ഞാൽ 10:30 ഇവിടെ ഉണ്ടായിരിക്കണം. ലേറ്റ് കമേഴ്സിന് ഇവിടെ പ്രവേശനം. അതുകൊണ്ട് ടുഡേ വൈ ഐ ഷൗട്ടഡ്, ദർ ഇസ് നോ എൻട്രി ഫോർ ലേറ്റ് കമേഴ്സ് ഇൻ അവർ സിസ്റ്റം. ഏരീസിൻ്റെ പോലും മോട്ടോ എന്ന് പറയുന്നത് ടൈം ഈസ് മണി, വി കൗണ്ട് ഈവൻ സെക്കൻഡ്സ്. അവിടെ ലേറ്റ് കമേഴ്സിന് ദർ ഇസ് നോ പ്രവേശനം. അവർ പുറത്ത്, അവർക്ക് വേണ്ട. ഞങ്ങൾക്ക് അങ്ങനെയുള്ളവർ വേണ്ട, ഇൻഡസ്ട്രിക്ക് വേണ്ട. ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് പ്രോജക്റ്റ് ഈസ് എ ഫ്ലോപ്പ്. ഇൻഡസ്ട്രിയിൽ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റി, 100% അറ്റൻഡൻസ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ദാറ്റ് പ്രോജക്റ്റ് ഈസ് എ ഫ്ലോപ്പ്, ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ കോമ്പൻസേഷൻ. ഇതാണ് ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത്. പക്ഷേ അവിടെ പോലും അധ്യാപകർ സമയത്തിന് വരുന്നില്ല. ഇതാണ്, ഈ കൾച്ചറാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ ഞങ്ങളുടെ സ്ഥാപനത്തിൽ 5000 കുട്ടികളെ ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം ഇവിടെ. ഇതാണ് ഈ 8 മണിക്കൂറേ ഉള്ള ട്രെയിനിങ്, മാക്സിമം 10 മണിക്കൂർ, ഇൻക്ലൂഡിങ് കണ്ടന്റ് ക്രിയേഷൻ ട്രെയിനിങ് ഉണ്ട്, സ്റ്റുഡിയോസ് ഉണ്ട്, നമുക്കിവിടെ എക്സാം സെൻറ്റർ ഉണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ 100% അറ്റൻഡൻസും 100% പങ്ക്ച്വലും ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസില്ല. എന്ന് നിങ്ങളത് തെറ്റിക്കുന്നു അന്ന് മുതൽ നിങ്ങൾ ഇതിൻ്റെ കറണ്ട് ചാർജ് തരേണ്ടി വരും. ദാറ്റ് ഈസ് കമ്മിങ് അറൗണ്ട് 1000 rupees നിങ്ങൾ ഒരു മാസം തരേണ്ടി വരും. അതായത് 100 രൂപ. ഒരു സിനിമ ടിക്കറ്റ് എടുക്കുന്ന കോസ്റ്റ്, സാധാരണ സിനിമയ്ക്ക് 200 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ആവറേജ്. ഇവിടെ ഒരു സിനിമ ടിക്കറ്റ് എടുത്താണ് നിങ്ങൾ ഇതിനകത്ത് കയറുന്നത്, അതിന് 100 രൂപയാണ്. 8 വയസ്സ് വരെ കുട്ടികൾക്ക് അമ്മയോ അച്ഛനോ കൂടെ വരണം. അതിനുവേണ്ടി സാധാരണ ഒരു ബാച്ചിൽ 50 കുട്ടികളെയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ക്ലാസ് 8 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതായത് 50 കുട്ടികളും പേരൻസിൽ ഓരോരുത്തർ 50-100 പേര്. അതിനുവേണ്ടിയാണ് ഇത് 100 പേരുടെ 101 സീറ്റാണ് ഇതിന് ഇവിടെ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, 10 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പങ്ക്ച്വൽ അല്ല എന്നുണ്ടെങ്കിൽ 1000 രൂപ നിങ്ങൾ ചിലവഴിക്കേണ്ടി വരും. ആ 1000 രൂപ ചിലവഴിക്കുന്നത് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പോലും മീറ്റ് ചെയ്യത്തില്ല എന്നും തിരിച്ചറിയുക. പക്ഷേ വി ആർ റെഡി ടു ഗിവ് ഇറ്റ് യു ഫ്രീ, പ്രൊവൈഡഡ് ഈ 100% അറ്റൻഡൻസ് ആൻഡ് പങ്ക്ച്വാലിറ്റി. അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുന്നത് പേരൻസാണ്. കാര്യം നാളെ അവർ സമയത്തിന് വന്നില്ലെങ്കിൽ നഷ്ടം സഹിക്കേണ്ടത് പേരൻസാണ്. ആ തിരിച്ചറിവ് നിങ്ങളുണ്ടാക്കുക. പിന്നെ ഈ ലേറ്റായി ഫീസ് തന്നു കഴിഞ്ഞാൽ പഠിച്ചു പോകാം എന്നുള്ള സിസ്റ്റം വേണ്ട. ഓരോ മാസവും ഞങ്ങളിത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സ്ഥിരം ലേറ്റ് കമേഴ്സ് ഔട്ട്. കാര്യം ഇതിനകത്ത് അത് ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഇൻഡസ്ട്രി. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അവിടെ വെച്ച് ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വിടുകയാണ്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയും ഇൻഡസ്ട്രിക്ക് 100% പ്ലേസ്മെൻറ്റോടുകൂടി ഞങ്ങൾ വിടത്തുള്ളൂ. ഇന്നലെ ഞങ്ങൾക്ക് അട്ടപ്പാടി ഉമറ്റീച്ചറിൻ്റെ സ്കൂളിൽ നിന്ന് എനിക്കൊരു കുട്ടിയുടെ ഒരു മെസ്സേജ് വന്നു. 9ാം ക്ലാസ്സിലെ കുട്ടി. ഞാൻ കഴിഞ്ഞ തവണ ആ സ്കൂളിൽ പോയി അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV അല്ല നാളെ അയക്കേണ്ടത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായിട്ട് CV അല്ല അയക്കേണ്ടത്. നിങ്ങൾ ഇഷ്ടമുള്ള ഏത് ഇൻഡസ്ട്രിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നു ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തെക്കുറിച്ചാണെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുക. ഒരു 50 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ പാഷൻ ഉണ്ടാവണം. ഏതോ ഒരു ഇൻഡസ്ട്രിയിൽ ഏതോ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചെന്ന് തിളയ്ക്കുന്നെങ്കിൽ അവിടെ അതിൽ കൂടുതൽ അതിൽ ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ അതൊരു റിപ്പോർട്ടാക്കിയിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പോലെ ചെയ്തിട്ട് ആ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അയച്ചു കൊടുക്കുക. ഇങ്ങനെ എനിക്കൊരു പാഷനുണ്ട്, എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് വേണം എന്നും പറഞ്ഞ് ഒരു റിക്വസ്റ്റ് വിട്ടാൽ ആ സ്ഥാപനത്തിൽ 100% പ്ലേസ്മെൻറ്റ് ഉറപ്പ്. ഒരു ഇൻ്റർവ്യൂ ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല. ഇൻ്റർവ്യൂ ഉണ്ടാവും, അത് എഴുതിയത് ആ കുട്ടിയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഇൻ്റർവ്യൂ, അല്ലാതെ നിങ്ങളുടെ മറ്റ് കഴിവ് അന്വേഷിച്ചുകൊണ്ടല്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് നിങ്ങളുടേതാണെന്ന് ഉറപ്പ് വരുത്താനുള്ള ഇൻ്റർവ്യൂ മാത്രം, അല്ലാതെ നിങ്ങൾക്കറിയാത്ത കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇൻ്റർവ്യൂ അല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്കൊരു റിപ്പോർട്ട് അയച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 50 മണിക്കൂറിലേറെ ആ കുട്ടി ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ഒരു റിപ്പോർട്ടാണ്. കിട്ടിയ വഴിക്ക് ഐ സെൻഡ് ഇറ്റ് ടു ലക്ഷ്മി. കോൾ ദിസ്. എനിക്ക് കിട്ടി 5 മിനിറ്റിനുള്ളിൽ ലക്ഷ്മിയെ ഞാൻ അറിയുകയാണ്, ഈ കുട്ടിയെ കോൺടാക്റ്റ് ചെയ്യൂ. എനിക്ക് ആകെ അറിയേണ്ടത് ആ റിപ്പോർട്ട് ആ കുട്ടി തന്നെയാണോ ചെയ്തേക്കുന്നത്. ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ഈ കുട്ടി ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ചിലപ്പോൾ ഇനി 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഇനി കുട്ടിയുടെ എഡ്യൂക്കേഷൻ തൊട്ട് എല്ലാം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങൾക്ക് വേണ്ടത്, അത് ഇൻഡസ്ട്രിക്ക് വേണ്ടത് അതുപോലെ പാഷനുള്ളവരെയാണ്. അല്ലാതെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ അല്ല ഞങ്ങൾക്ക് വേണ്ടത്.
ഞങ്ങൾക്ക് വേണ്ടത് ഇൻഡസ്ട്രിക്ക് വേണ്ടി പാഷനുള്ളവരെയാണ്. നിങ്ങൾ കാണാതെ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഡോക്ടറാവാം, എൻട്രൻസ് എഴുതിയാൽ മതി. പക്ഷേ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു ചായ ഇട്ട് കൊടുക്കാൻ, ഒരു മരുന്നെടുത്ത് കൊടുക്കാൻ ജീവിതത്തിൽ ശ്രമിച്ചിട്ടില്ലാത്ത ഒരാൾ ഡോക്ടറായുള്ള അവസ്ഥ എന്താ? ഇവിടെ പല ഡോക്ടർമാരും ഇപ്പം എൻ്റെ സിസ്റ്റർ അടക്കം ഇത് തന്നെയാണ്. അധ്യാപകരാകുന്നവരും ജീവിതത്തിൽ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു അധ്യാപകരായുള്ള എൻ്റെ സിസ്റ്റർ അധ്യാപികയാണ്. പക്ഷേ എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അധ്യാപികയായുള്ള കഴിവുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊഫഷനിൽ നമുക്ക് കഴിവുണ്ടോ? അല്ലാതെ എൻ്റെ കൂട്ടുകാരൻ പോകുന്നു ഞാനും പോകുന്നു, അതിന് നല്ല സ്റ്റാറ്റസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നു, ഒരു ദുരന്തമായിരിക്കും. ഡോക്ടറാവാൻ യോഗ്യതയില്ലാത്തവൻ ഡോക്ടറായാൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് കരിയർ ഡിസൈൻ. കരിയർ ഡിസൈൻ്റെ സ്പെല്ലിങ് പോലും അറിയാത്തവരാണ് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പലരും. ഇന്ന് കരിയർ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് അച്ചീവ് ചെയ്തിട്ടുള്ളത് കൺട്രീസ് ലൈക്ക് ജപ്പാൻ, ചൈനയാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് നൗ. ജപ്പാൻ ഓൾറെഡി തലമുറയ്ക്ക് മുമ്പേ അത് തുടങ്ങി അവിടെ എത്തിക്കഴിഞ്ഞവരാണ്. ഞങ്ങൾ ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ്, ഇതിനേക്കാൾ ഒരു പടി മുകളിലുള്ളതാണ്. ഞങ്ങൾ പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്തതിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. കാര്യം അക്കാഡമിക്സിൽ അവർ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഇൻഫർമേഷനും കൂടെ ഇതിൽ പ്ലഗ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. നാളെ ഇൻഡസ്ട്രിയിൽ എഫിസത്തിൽ വന്ന് പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ ഇവിടുന്ന് തന്നെ എഫിസത്തിൻ്റെ ജേർണി മെല്ലെ തുടങ്ങുകയാണ്. ഇത് 20 വർഷത്തെ ഒരു ജേർണിയാണ്. 20-year കരിയർ ഡിസൈൻ പ്രോഗ്രാം. നമ്മുടെ ലൈഫിൽ 3 ലെവൽ ഓഫ് കരിയർ ഡിസൈനാണ്. അക്കാഡമിക് കരിയർ ഡിസൈൻ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു 20 വർഷം പ്രൊഫഷണൽ കരിയർ ഡിസൈൻ. പിന്നീടാണ് നമ്മളൊരു സീനിയർ, നമ്മൾ മെൻറ്റർഷിപ്പിലേക്ക് പോകുന്നത്, നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഇൻഡസ്ട്രിയിൽ ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്ത ഇൻഫർമേഷൻസ് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. നാളെ നിങ്ങളെല്ലാം ഇതുപോലെ ചെയ്യണമെങ്കിൽ ആ പാഷനുള്ള ഫീൽഡിൽ ചെന്ന് എത്തണം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജോലി തീർത്ത് റിട്ടയർ ചെയ്ത് പോകാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും പോകുന്നത്. ഞാനൊക്കെ മാരിടൈം ഇൻഡസ്ട്രിയിലാണ്. അവിടെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, മെറൈനേഴ്സായിട്ട് വരുന്നവരൊക്കെ ഭയങ്കര സാലറിയാണ്, പക്ഷേ എത്ര സാലറി കൊടുത്തിട്ട് ഇവരാരും നിൽക്കുന്നില്ല, അവർ പെട്ടെന്ന് പോവുകയാണ്. അതേസമയം മെറൈനേഴ്സായി മാറേണ്ട കമ്മ്യൂണിറ്റിക്ക് നമ്മളാരും സെലക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഇന്നും കണ്ടു കഴിഞ്ഞാൽ ഏത് കടപ്പുറത്ത് പോയി കഴിഞ്ഞാലും 60 വയസ്സുള്ള ആളും കടലിൽ പോയി മീൻ പിടിക്കാൻ പോകുന്ന കാണാം. കടലിനോട് അവർക്ക് ഒരു അഭിനിവേശമാണ്. കടലിൽ പോയില്ലെങ്കിൽ അവർക്കൊരു മടിയാണ്. അത്തരം ആൾക്കാർ മാരിടൈം ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ, അവർ സെയിലേഴ്സ് ആയി കഴിഞ്ഞാൽ അവർ ഒരിക്കലും റിട്ടയർ ചെയ്യാൻ കഴിയത്തില്ല. അവർക്ക് കടലിൻ്റെ ആ ഗന്ധവും കടലിൻ്റെ കാറ്റും എല്ലാം ഏറ്റ് കഴിയേണ്ടത് ഒരു ലഹരിയാണ് അവർക്ക്. ഇതുപോലെ നമ്മൾക്ക് ലഹരി പകരുന്ന ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കരിയർ ഡിസൈൻ അതിനനുസരിച്ചിട്ട് വേണം. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് 100 കണക്കിന് ഇൻഡസ്ട്രിയെ ഞങ്ങൾ തുറന്നു വെക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. നാളെയും ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇവിടെ നേരിട്ട് വന്നായിരിക്കില്ല, ദുബൈയിൽ നിന്നായിരിക്കാം. എൻ്റെ ഇതിനകം എടുത്തേക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം ഭാഗമാകാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കളും വരണം. എല്ലാ മാസവും പാരൻറ്റ് ടീച്ചേഴ്സിൻ്റെ ഇവിടെ ഗ്യാതറിംഗ് ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും. വി വിൽ ഹാവ് ഫിലിം ക്ലബ്സ്. കാര്യം ഫിലിം ക്ലബ്ബ് സിനിമ കണ്ട് തീർക്കാനുള്ളതല്ല, വേൾഡ് ക്ലാസിക്സ് കാണിക്കാനും ഇൻഫർടൈൻമെൻറ്റ് മൂവീസ് കാണിക്കാനും അതുവഴി കണ്ടൻറ് ക്രിയേഷൻ നടത്താനും. നിങ്ങൾ ന്യൂട്ടൺസ് ലോ പഠിക്കേണ്ടത് ന്യൂട്ടൺസ് ലോയുടെ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ മൊബൈലിൽ എടുക്കുന്ന ഒരു ഫോട്ടോയെ എങ്ങനെ എൻഹാൻസ് ചെയ്ത് നല്ലൊരു ക്വാളിറ്റി കണ്ടൻറ് ആക്കുക, അവിടെ എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ റിട്രീവ് ചെയ്യാം, ഇങ്ങനെയുള്ള പാഠങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും ചിട്ടയോടുകൂടിയാക്കി മാറ്റി നാളെ ഏത് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഏത് സ്ലോട്ടിലിരുത്തിയാലും നിങ്ങൾ അതിനനുസരിച്ച് ഏറ്റവും നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു എംപ്ലോയി, അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു എംപ്ലോയർ ആവുന്നെങ്കിൽ അവിടെയും നിങ്ങളുടെ എഫിഷ്യൻസി ആയിരിക്കും നിങ്ങളെ വിജയിപ്പിക്കുന്നത്. നൗ വേൾഡ് ഈസ് ചേഞ്ചിങ് ടു ദ AI. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് AI എങ്ങനെ നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾ AIയോടൊപ്പം എങ്ങനെ യാത്ര ചെയ്യുന്നു. AI ഗ്ലാസസ് ആർ കമ്മിങ്, ദീസ് മെറ്റാ ഗ്ലാസസ് ആർ കമ്മിങ്. അടുത്ത വർഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മെറ്റാ ഗ്ലാസിൻ്റെ നിർബന്ധം ഉണ്ടാവും. ഇവിടെ ഇന്ന് ഇത് എൻ്റെ സ്പീച്ച് കഴിഞ്ഞ ഉടൻ എംപൈപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 2 ദിവസമോ അല്ലെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഒരു അക്കാഡമിക്സിൽ പഠിക്കുന്ന കാര്യം എങ്ങനെ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഡെമോയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 3D കണ്ടൻറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു മാസം പഠിച്ചാലും ലോകത്തിലെ ഏറ്റവും മികച്ച ടീച്ചർ പഠിപ്പിച്ചാലും മനസ്സിലാവാത്ത കാര്യം എങ്ങനെ ഞങ്ങൾക്ക് 4 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറ്റാം എന്നുള്ളതിൻ്റെ ഡെമോ ഇന്നിവിടെ നടക്കാൻ പോവാണ്. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഇന്നിവിടെ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു പേ ദ കോമ്പൻസേഷൻ. ഒരാൾ പോലും പറയില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ വിളിച്ചിട്ട്, ഇതൊരു സോഫ്റ്റ് ലോഞ്ചാണ്. ഇതിൻ്റെ മെഗാ ലോഞ്ച് വരുന്നുണ്ട്. ജൂണിൽ വിൽ ഹാവ് എ മെഗാ ലോഞ്ച്. ഇന്നിവിടെ വന്നേക്കുന്നവർ ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട്
പോയിട്ട് നിങ്ങളിലൂടെ വേണം സ്പ്രെഡ് ചെയ്യാൻ. അല്ലാതെ ഞങ്ങൾക്ക് ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മണിയില്ല. ഒരു പെനി ഉണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ട് ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നീങ്ങാം. ഇത് കണ്ട് മനസ്സിലാക്കുക. ഇത് നിങ്ങളെക്കൊണ്ട് ഏത് രീതിയിൽ പ്രൊമോട്ട് ചെയ്യാവോ അത് പ്രൊമോട്ട് ചെയ്യുക. എനിക്ക് ആകെ റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളുടെ കുട്ടികളെ വഴിതെറ്റിക്കരുത് പ്ലീസ്. ആ കുട്ടികൾ നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾ ഈ നാടിൻ്റെ സ്വത്താണ്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളത് നമ്മുടെ കുട്ടികൾ എന്ന് പറയാൻ. യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ നാഷണൽ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ആ കുട്ടികളെ വേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ സർക്കാർ എടുത്തുകൊണ്ട് പോകും. അവിടേക്ക് നാളെയും നമ്മളും എത്തും. അതുകൊണ്ട് തിരിച്ചറിയുക, നിങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യാനുള്ള അവകാശവും നിങ്ങൾക്കില്ല. ദേ ആർ നാഷണൽ പ്രോപ്പർട്ടി. അവരെ മാറ്റുവാൻ വേണ്ടിയുള്ള യാത്രയിൽ നിങ്ങളും പങ്കുചേരുക. ഞങ്ങളുടെയൊക്കെ കരിയർ ഡിസൈനിലെ കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷം അമ്മയോടൊപ്പം അടുക്കളയിൽ നിന്ന് 25 ഡിഷ് ഉണ്ടാക്കാൻ പഠിച്ച് അവരെല്ലാം അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അതിൻ്റെ പ്രൂഫ് ഉണ്ട്. നിങ്ങൾക്ക് യു ക്യാൻ ചെക്ക് ഇറ്റ്. നിങ്ങളുടെ കുട്ടികളും നാളെ നിങ്ങളോടൊപ്പം അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്ത് ഈ 25 ഡിഷ് ഉണ്ടാക്കാൻ പഠിക്കണം. കാര്യം ആ സമയം പാഴല്ല. 2 കാരണങ്ങളുണ്ട്. എവിടെ ജീവിതത്തിൽ പോയി കഴിഞ്ഞാലും 4 നേരം ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കണം. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റും ഗുണവും മറ്റൊന്നും ഒരിടത്തും കിട്ടില്ല. 2, അമ്മയോടൊപ്പം കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി ടൈം. മക്കൾ അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു പോകുന്നതിന് ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഉത്തരവാദിത്വം പേരൻസ് തന്നെയാണ്. അത് മാറ്റിയിട്ടാണ് എങ്ങനെ അച്ഛനും അമ്മയുമായിട്ട് ചേർന്ന് പോവുക. അതാണ് എഫിസം പഠിക്കുന്നത്. എഫിസം ഈസ് എ സപ്ലിമെൻ്ററി റിലിജിയൻ പോലെയാണ്. ഇതിനകത്തെല്ലാം 10 കമാൻഡ്മെൻറ്റ്സ് ഒരുപാടുണ്ട്. 100 മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും 10 കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആ 10 കമാൻഡ്മെൻറ്റ്സ് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് അപ്ലൈ ടു യു. അല്ലാതെ ബൈബിളിലെ കമാൻഡ്മെൻറ്റ്സ് കാണാതെ പഠിച്ചിട്ട് കുറേ കഴിയുമ്പോൾ മറന്നു പോകുന്നു, എന്താണെന്ന് പോലും അറിയില്ല, അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെയല്ല. നമ്മളുടെ കമാൻഡ്മെൻറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യും. ആൻഡ് ഇറ്റ്സ് എ സപ്ലിമെൻ്ററി റിലിജിയൻ. നിങ്ങൾ ഏത് റിലിജിയനിലോ വിശ്വസിച്ചോ അത് വി ഡോണ്ട് കെയർ. അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്കാണ്. പക്ഷേ ഇൻഡസ്ട്രി ഇന്ന് റൺ ചെയ്യുന്നത് ഫോർ ടുഡേ ആണ്. ഈ നിങ്ങൾ പഠിച്ചു വെച്ച ആ കാര്യങ്ങളൊന്നും ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. എയെക്കുറിച്ച് അതിനകത്തൊന്നും പറയുന്നില്ല. മൊബൈൽസിനെ കുറിച്ച് അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ന് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് എയും മൊബൈലും എല്ലാം. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കാഡമിക്സ് നിരോധിച്ച മൊബൈലും ലാപ്ടോപ്പും ഞങ്ങൾക്കിവിടെ ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ദേ നീഡ്. കാര്യം വിത്തൗട്ട് ലാപ്ടോപ്പ്, വിത്തൗട്ട് മൊബൈൽ ഞങ്ങളിവിടെ പഠിക്കാൻ ആരും വരണ്ട. നിങ്ങളുടെ വീട്ടിൽ അതിനുള്ള ഫെസിലിറ്റി ചെയ്യണം. പക്ഷേ അത് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികൾക്ക് മൊബൈലും ഈ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇവിടെ ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ദേ നീഡ് ടു ഹാവ് എ 3D ഗ്ലാസ്. ഇവിടെ 3D ഗ്ലാസ്സസ് അവൈലബിൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഒന്നെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് 2Dയിൽ പഠിക്കണം, 3Dയിൽ പഠിക്കണം. 3Dയിൽ പഠിക്കണമെങ്കിൽ യു കം വിത്ത് യുവർ ഓൺ 3D ഗ്ലാസ്. അല്ലെങ്കിൽ നിങ്ങൾ വാടക കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കുകയാണ്. വാടക വാങ്ങുന്നതിൻ്റെ മറ്റൊന്നും കൊണ്ടല്ല. ഇത് ഹൈജീനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ സ്വന്തം 3D ഗ്ലാസ് വേണം. അതിനുള്ള 3D ഗ്ലാസ് വാങ്ങാനുള്ള സംവിധാനം വേണം. അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുമ്പം. ഇല്ലെങ്കിൽ നിങ്ങൾ 2Dയിൽ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. 2D കണ്ടൻറ്റ് പഠിക്കാം. പക്ഷേ 3Dയിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഡെപ്ത് ഒരിക്കലും 2Dയിൽ കിട്ടത്തില്ല. ഒരിക്കൽ കൂടി വന്നതിന് നന്ദി പറയുന്നു. ഇതിന് ശേഷമുള്ള 3D കണ്ടൻറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത്. ഹൗ പവർഫുൾ ഈസ് ദിസ് വേ ഓഫ് ട്രെയിനിങ്. ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുന്നു. സമയം. ഞങ്ങൾ എഫിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ടൈം. ഞങ്ങൾ ടൈമിനെ കാണുന്നത് ഈശ്വരനായിട്ടാണ്. ഇവിടെ കാണുന്ന ക്ലോക്സാണ് ഞങ്ങളുടെ ഐഡൽസ്. ഇവിടെ ഞങ്ങൾക്ക് പങ്ക്ച്വാലിറ്റി നിർബന്ധമാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പലരും ലേറ്റായിട്ട് വന്നതാണ്. ഞങ്ങളുടെ ഒരു സംഭവവും 1 മിനിറ്റ് പോലും ലേറ്റായിട്ടില്ല. ഈ കൾച്ചറാണ് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. സമയത്തിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുക. കുട്ടികളിലേക്ക് ഞങ്ങൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം അതാണ്. അത് പഠിപ്പിക്കാൻ നിങ്ങളുടെ കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടേക്ക് വിടുക. നിർബന്ധമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ മനസ്സിലാക്കുന്ന, നാളെ ഇൻഡസ്ട്രിക്ക് ഗുണമുള്ള കുറച്ച് കുട്ടികളെയാണ്. അത് മനസ്സിലാക്കി പെരുമാറുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ സുസ്വാഗതം. അതോടൊപ്പം തന്നെ ഈ മെസ്സേജ് നിങ്ങളുടെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോംസ് ഓരോ സ്കൂളിൽ ഇന്ന് തന്നെ 4 സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്ന് കരുതി അവിടെ ഇതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെ പുനലൂരിനെ ഒരു പുതിയ പുനലൂരാക്കി മാറ്റാം ഉള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അതിന് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഔപചാരിക ഇനാഗുറേഷൻ നടത്തിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.